വേതന സംബന്ധമായ നിയമം. മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്ന നിലവിലുണ്ടായിരുന്ന നിയമത്തിന് ബദലായി കൊണ്ടുവന്ന ഒരു നിയമമാണിത്. ആ നിയമത്തിൽ ഒരു കൂലി നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. നാഷണൽ ഫ്ലോർ വേജ്, ദേശീയ തറ കൂലി. അതിൽ കുറയാൻ പാടില്ലെന്ന്. എത്രയാണെന്നറിയാം? പ്രതിദിനം 202 രൂപ. ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് BJP ഗവൺമെന്റ് നിശ്ചയിച്ച തറ കൂലിയാണ്. ഇവിടെ നമ്മൾ മിനിമം വേജസ് 26,000 രൂപയാക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. മിനിമം വേജസ് ആക്ട് പ്രകാരം കേരളത്തിലെ മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് നിശ്ചയിക്കുന്ന മിനിമം വേതനം ഇതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഓരോ സെക്ടർ അടിസ്ഥാനത്തിലാണ് മിനിമം വേതനം നിശ്ചയിക്കുക. ഓരോ മേഖലയുടെയും പേയിങ് കപ്പാസിറ്റി കണക്കിലെടുത്ത് തൊഴിലാളികളുടെ ജീവിത നിലവാരം കണക്കിലെടുത്താണ് മിനിമം വേജസ് നടപ്പാക്കുന്നത്. ഈ 202ന്റെ എത്രയോ മുകളിലാണ് കേരളത്തിലെ എല്ലാ മിനിമം വേതനവും. 202 രൂപയ്ക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന മനുഷ്യരാണ്. ഇവരാണ് കേരളത്തിലെ തൊഴിലാളികളുടെ വേതന നിരക്കിനെ കുറിച്ച് മുതലക്കണ്ണീരൊഴുക്കുന്നത്. ഈ ഗവൺമെന്റ് ഈ നിയമത്തെ BMS അനുകൂലിച്ചു. ലേബർ കോഡിൽ ചിലതിനോട് അവർക്ക് എതിർപ്പുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, അതിനവർ എതിർക്കുന്നുണ്ട്. എന്നാൽ കോഡ് ഓൺ വേജിനെ അവർ അനുകൂലിക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യ ഗവൺമെന്റിന് തൊഴിലാളികളുള്ള നിലപാട്. അങ്ങേയറ്റം പരിതാപകരമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ നേരിടുന്നത്. തൊഴിലാളികളുടെ സമ്പത്തുൽപാദിപ്പിക്കുന്നവർ തൊഴിലാളികളാണ്, അധ്വാനിക്കുന്നവരാണ്. കൃഷിക്കാരും തൊഴിലാളികളും അവരാണ് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ആ സമ്പത്തുൽപാദനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന അധ്വാനിക്കുന്നവർക്ക് കിട്ടുന്ന കൂലി നിരക്കാണ് ഞാൻ പറഞ്ഞത്. അതേ അവസരത്തിൽ കോർപ്പറേറ്റ് കമ്പനികൾ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടാക്കിയ ലാഭം തലേ വർഷത്തേക്കാൾ 22.3% അധികമാണ്. വർദ്ധിച്ചു അവരുടെ ലാഭനിരക്ക്. പാവപ്പെട്ട ജനങ്ങൾക്ക് കൂലിയില്ല. ഇതാണ് മോദി സർക്കാരിൻ്റെ നയം ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ജനസംഖ്യയിൽ 5% വരുന്ന ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ, സമ്പന്നർ എന്ന് പറയാവുന്നവർ ഇന്ത്യൻ ജനതയുടെ 5%-ഓളം വരും. രാജ്യത്തെ ആകെ സമ്പത്തിന്റെ 70% അവരുടെ കയ്യിലാണ്. ഇന്ത്യയിലെ ഈ സമ്പന്നന്മാരുടെ സ്ഥിതി പരിശോധിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ അതിസമ്പന്നരെക്കാൾ സമ്പന്നരാണ് ഇന്ത്യയിലെ സമ്പന്നന്മാർ. അതിനു മാത്രം സമ്പത്താണ് അവർ ആർജിക്കുന്നത്. ജനസംഖ്യയുടെ പകുതിയിൽ താഴെ വരുന്ന ദരിദ്ര ജനങ്ങൾ, 50%-ഓളം വരുന്ന ആളുകൾക്ക് ആകെ രാജ്യത്തെ സമ്പത്തിന്റെ 3% മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. ബാക്കി മുഴുവൻ സമ്പന്നന്മാരും അതിസമ്പന്നന്മാരും കൈയടക്കി വെച്ചിരിക്കുക.